അസ്സലാമു അലൈക്കും. രാജകൊട്ടാരവും സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിയ ഒരു സുൽത്താൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നും അത്ഭുതവും ആശ്വാസവുമായ ഏർവാടി മഖാമിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ മഖാമിൻ്റെ അത്ഭുതങ്ങളും ഈ മഖാമിൽ നേർച്ച ചെയ്താലുള്ള ഗുണങ്ങളും പ്രത്യേകതകളുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അല്ലാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ രാധാപുരത്തുള്ള ഏർവാടി ദർഗ. ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് നോക്കാം. മദീനയിലെ ഭരണാധികാരിയും പ്രവാചക കുടുംബവുമായിരുന്ന സുൽത്താൻ അൽ മദീന ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു സകല രാജകീയ പ്രൗഢികളും അധികാരങ്ങളും കയ്യിലുണ്ടായിരുന്ന അദ്ദേഹം ഇസ്ലാമിക പ്രബോധനത്തിനും സത്യസന്ദേശം പ്രചരിപ്പിക്കുവാനായി സ്വന്തം നാടും ഭരണവും ഉപേക്ഷിച്ചു കൊണ്ടിറങ്ങിയതായിരുന്നു. മദീനയിൽ നിന്ന് പുറപ്പെട്ട സുൽത്താനും അനുചരന്മാരും ഇന്ത്യയിലെ ഗുജറാത്ത് തുടങ്ങി നിരവധി പ്രദേശങ്ങൾ താണ്ടി ഒടുവിൽ തമിഴ്നാട്ടിലെ രാധാപുരത്തുള്ള ഏർവാടിയിൽ എത്തിച്ചേർന്നു. അക്കാലത്തെ അന്നത്തെ പ്രാദേശിക ഭരണാധികാരിയുമായി ഏറ്റുമുട്ടേണ്ടി വരികയും സത്യധർമ്മ സ്ഥാപനമായി വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്തു. ഒടുവിൽ ഈ വിശുദ്ധ മണ്ണിൽ വെച്ച് അദ്ദേഹം സഖാക്കളോടൊപ്പം വീരമൃത്യു വരിച്ചു. ഇന്ന് ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ മനഃശാന്തി ലഭിക്കാനും രോഗശാന്തിക്കും വേണ്ടി ഇവിടെ എത്താറുണ്ട്. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഇടമായും ഏർവാടി ദർഗ ലോകമെമ്പാടും പ്രശസ്തമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ നാമം ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആത്മീയ പാരമ്പര്യമാണ് ഈ പുണ്യ സങ്കേതത്തിനുള്ളത്. ദർഗയുടെ മനോഹര നിർമ്മാണ ശൈലിയും ശാന്തസുന്ദരമായ അന്തരീക്ഷവും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ്. ദർഗയിലെ വലിയ താഴികക്കൂട്ടുകളും പാരമ്പര്യ കലാവൈവിധ്യവും അവിടുത്തെ പ്രത്യേകതയാണ്. ആത്മീയ ശാന്തിയും വൈവിധ്യമാർന്ന ആചാരങ്ങളും മാനസിക സമാധാനത്തിനും രോഗശാന്തിക്കുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ പ്രാർത്ഥനയ്ക്കായി ആളുകളെത്തുന്നു. ഇവിടെ നടത്തുന്ന ഉറൂസ് ലോകപ്രശസ്തമായ ഒരു സാംസ്കാരിക ആത്മീയ ഉത്സവമാണ്. ഈ മഖാമിൽ നിയ്യത്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മക്കളില്ലാതെ വിഷമിക്കുന്നവർ അവിടെ പോകാമെന്ന് നിയ്യത്ത് വെച്ച് അവിടെ പോകുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ കാരണമാകുന്നു. പൈശാചികമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീങ്ങാൻ അവിടത്തേക്ക് നേർച്ച വയ്ക്കുക. അവിടെ രോഗികളായ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടുന്നതാണ്. ഈ മഹാനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു തരുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മഖാമിലേക്ക് ഒഴുകിയെത്തുന്നത്. അത്രയ്ക്കും മനോഹരമായതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതുമായ അതിമഹത്തായ ഒരു മഖാമാണിത്. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അവിടെയുണ്ട്. വീട്ടുകാർ അവിടെയാക്കിക്കൊണ്ട് അവർ പോകും. അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം നീങ്ങുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കഴിയുന്ന അത്രയും നേർച്ചയെങ്കിലും അവിടെ കൊടുക്കുക. പോകുന്നവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. നിങ്ങളുടെ നിയ്യത്ത് കാരണം നിങ്ങൾ ആഗ്രഹിച്ചതെന്തും അള്ളാഹു നടത്തിത്തരും. അത്രയ്ക്കും ഫലം ലഭിക്കുന്ന ഒരു മഖാമാണിത്. മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങൾക്കായി നിങ്ങൾ നിയ്യത്ത് വെച്ച് പോയാൽ ആ മഹാന് വളരെ ഇഷ്ടവുമാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുന്നതാണ് ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അങ്ങോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.
ഏർവാടി മക്കാമിനെക്കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.